കുട്ടിക്കാലത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു മുല്ല നസ്രുദ്ദീൻ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നസ്രുദ്ദീനെ കുറിച്ച് സുഹൃത്തുക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി അയാൾ 2-3 പ്രാവശ്യം സോക്സ് അലക്കാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, സോക്സ് നമ്മൾ ഒരു തവണ തന്നെ ഇട്ടിട്ട് അത് വീണ്ടും ഒരിക്കൽ കൂടി കയ്യിലെടുക്കാൻ പലർക്കും മടിക്കും. കാരണം വിയർപ്പിൻ്റെ ഭീകരമായ ദുർഗന്ധം അതിനുണ്ടാവും. പക്ഷെ മുല്ല ഇത് 3-4 തവണ മാറ്റാതെ ഇട്ടുകൊണ്ട് നടക്കും. അപ്പോൾ ഒരിക്കൽ മുല്ലയുടെ സുഹൃത്ത് ഇതിന് പലതവണ അദ്ദേഹത്തെ വാൺ ചെയ്തു, നിങ്ങളിത് മാറ്റണം, ഇത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും പലപ്പോഴും അല്ല, ബഹുഭൂരിപക്ഷ സന്ദർഭങ്ങളിലും മുല്ലയ്ക്ക് ഇത് പാലിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തുന്ന സമയത്ത് മുല്ലയുടെ സുഹൃത്ത് പറഞ്ഞു, ഇത്തവണ നമ്മൾ വിദേശത്തേക്ക് പോവുകയാണ്, താങ്കൾ ഈ മോശപ്പെട്ട പെരുമാറ്റം അവിടെയും കാണിക്കരുത്. വിമാനത്തിൽ വരുന്ന സമയത്ത് നിശ്ചിതമായിട്ടും നിങ്ങൾ പുതിയ സോക്സ് ഇട്ടിരിക്കണം, പുതിയ ജോഡി അലക്കി നല്ല വെടിപ്പാക്കിയ സോക്സ് തന്നെയായിരിക്കണം ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ഫ്ലൈറ്റിൽ കയറി മുല്ലയുടെ അടുത്ത് സുഹൃത്തിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിനകത്ത് ആകെ ദുർഗന്ധം വരുന്നു. അപ്പോൾ ഇയാൾ മുല്ലയോട് ചോദിച്ചു, നിങ്ങളെന്ത് വൃത്തികേടാണ് കാണിച്ചത്? നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഈ സോക്സ് മാറിക്കൊണ്ട് വരണം എന്ന്. അപ്പോൾ മുല്ല ഷൂ ഊരി കാണിച്ചു കൊടുത്തു, ഇത് നല്ല പുത്തൻ സോക്സാണ്, നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇയാൾ നോക്കി കഴിഞ്ഞപ്പോൾ ശരി, ആ സോക്സ് മണത്ത് നോക്കിയപ്പോൾ അതിൽ നിന്ന് ദുർഗന്ധമൊന്നും വരുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ദുർഗന്ധം വരുന്നത്? അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? അപ്പോൾ മുല്ല തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് സോക്സ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ പുതിയ സോക്സാണ് ഇട്ടിരിക്കുന്നത്, പഴയ സോക്സ് അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ട പഴയ സോക്സും കൂടി എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, പലപ്പോഴും നമ്മുടെ പല പെരുമാറ്റ വൈകൃതങ്ങളും ഇങ്ങനെ തന്നെയാണ്. പലതും നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. വേറെ ചില രൂപങ്ങളിൽ, വേറെ ചില പ്രകൃതങ്ങളിൽ നമ്മുടെ പെരുമാറ്റ വൈകല്യങ്ങളും വൈകൃതങ്ങളും നമ്മളിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചില കറക്ഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്, പക്ഷെ അത് ഫലപ്രദമാകുന്നില്ല. ഇത് കുട്ടികളുടെ കാര്യത്തിൽ ഈ കറക്ഷൻസ് വളരെ നിർണായകമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ മോശപ്പെട്ട സ്വഭാവ രീതികളിൽ നിന്ന് പിൻകാലത്ത് മോചനം ഉണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം, വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന, വളരെ അവഗണിക്കാം എന്ന് തോന്നുന്ന ചില പെരുമാറ്റ രീതികൾ, ചില മാനേഴ്സ്, ചില സാമൂഹ്യ പെരുമാറ്റങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യനെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയി, അല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ ബീങ് ആയി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാവേണ്ട ചില സദ്ഗുണങ്ങൾ എന്തൊക്കെയാണ്? സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത് സമൂഹവുമായിട്ടുള്ള സമ്പർക്കത്തിൽ അവർ പാലിക്കേണ്ട ചില മര്യാദകൾ, ആചാര മര്യാദകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതെങ്ങനെ അവരെ നല്ല പൗരന്മാരാക്കും? ഇതാണ് വിശാലമായ വിഷയമാണ്. എങ്കിൽ പോലും അതിനെ നമുക്ക് ചെറിയ തോതിലെങ്കിലും ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗുഡ് മാനേഴ്സ് ആണ്. കുട്ടികൾക്ക് നല്ല ഉചിതമായ പെരുമാറ്റം അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. എന്താണ് ഉചിതമായ പെരുമാറ്റം? അത് സാംസ്കാരികവും സാമൂഹികമായ ഘടകങ്ങളനുസരിച്ച് മാറിയിരിക്കും. എങ്കിൽ പോലും വ്യക്തി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പഠിക്കേണ്ട ഉചിതമായ ചില മര്യാദകൾ എന്തൊക്കെയാണ്? അത് കുട്ടികളിൽ ചെറുപ്പം തൊട്ട് ഏതൊക്കെ രീതിയിൽ പ്രകടമാകണം? നമുക്കെല്ലാവർക്കും അറിയാം, സമൂഹത്തിലോട്ട് ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിലോട്ട് വരുന്ന ഒരു ജീവിക്ക് പ്രപഞ്ചത്തെ അറിയില്ല. അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നെന്നും ഒരു സാമൂഹിക സ്ഥിതിയുണ്ട് എന്നും ഒരിക്കലും അറിയുന്നില്ല. പക്ഷേ ആ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങളെ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്നത്. അവിടെ ആ സമൂഹത്തിന്റെ സുസ്ഥിരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, അവിടെ ആയിരിക്കുന്ന ഒരു സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശീലിക്കേണ്ടതാവുന്ന ചില പെരുമാറ്റങ്ങൾ, ചില സോഷ്യൽ കോഡുകളുണ്ട്. അതാണ് നമ്മൾ കൂടുതലും വളർത്തിയെടുക്കേണ്ട. ആ ഒരു സമൂഹത്തിൽ എപ്പോഴും നല്ല വ്യക്തിത്വങ്ങളെ ആക്കി തീർക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അങ്ങനെയുള്ള ചില ശീലങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞോ കാണിച്ചോ പരിശീലിപ്പിച്ചോ കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴൊക്കെയായിട്ട് വളരെ കുറഞ്ഞിരിക്കുന്നതും എന്നാൽ വളരെ ശക്തിയോടുകൂടി തന്നെ നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം. ആളുകൾക്ക് നമുക്കൊന്ന് ഒരു ഉദാഹരണത്തിലൂടെ കൂടെ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാം. ഉചിതമല്ലാത്ത പെരുമാറ്റങ്ങൾ എന്താണെന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ഉചിതമായ പെരുമാറ്റങ്ങൾ എന്താണെന്ന് പറയുന്നതിനേക്കാൾ ആളുകൾ പെട്ടെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ കുട്ടികളിൽ പ്രകടമാകുന്ന ഈ ഉചിതമല്ലാത്ത പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ് തിരുത്തപ്പെടേണ്ട? സാധാരണ രീതിയിൽ കുട്ടികളെ നമ്മൾ കാണുന്നത് പേരൻസിൽ നിന്ന് അവർ പല കാര്യങ്ങൾ പഠിക്കുന്നത്. ചില കുട്ടികൾ രാവിലെ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും.
തീർച്ചയായിട്ടും ഇത് ആ കുട്ടികളുടെ പേരൻസ് ചെയ്യുന്ന കണ്ടിട്ട് പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ പേരൻസ് ഡയറക്റ്റ് ചെയ്തതാകാം. പക്ഷെ ചില കുട്ടികൾ ടീച്ചർ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും തിരിച്ച് പറയാതിരിക്കുക. അതൊരു സിമ്പിൾ കാര്യമാണ്, പക്ഷേ അത് ആ ടീച്ചറിനെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ടീച്ചർ തിരിച്ച് ചിന്തിക്കുന്നുണ്ട്, ടീച്ചർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണിത്. അപ്പോൾ ആ തിരിച്ച് ഉള്ള അറിവ് ടീച്ചറിനും ആവശ്യമുണ്ട്, ഈ കുട്ടിക്കും നമ്മൾ ആ ഡിറക്ഷൻ കൊടുക്കണം. ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 കോൺസെപ്റ്റുകൾ എടുക്കുമ്പോൾ സൂപ്പർ ഈഗോയാണ് ഇങ്ങനെയുള്ള നോംസ്, കണ്ടീഷൻസ് ഒക്കെ സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് പേരൻസും ടീച്ചേഴ്സും. ഗുഡ് മാനേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് മുഴുവൻ ടീച്ചേഴ്സിൽ നിന്നും പേരൻസിൽ നിന്നുമാണ്. കുട്ടികൾ സാധാരണ നാച്ചുറലായിട്ട് അവരുടെ സ്പോണ്ടേനിയസ് ബിഹേവിയർ പുറത്തേക്ക് വരും, പക്ഷെ അതിനെ മോഡുലേറ്റ് ചെയ്ത് വിടേണ്ടത് ടീച്ചേഴ്സും പേരൻസുമാണ്. ആ ഒരു ഡിറക്ഷൻ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികൾ നമുക്കുണ്ടാവും. വണ്ടിയിലെ നമുക്കറിയാം, വണ്ടിയിൽ കയറുന്ന ഒരു കുട്ടി, ഒരുപക്ഷെ ചില കുട്ടികളകത്തെ അവരുടെ പേരെഴുതി വെക്കാം. ഡെസ്കിൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടി അവൻ അവിടെ പഠിച്ചിട്ട് പോകും, അവന്റെ പേര് അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് ചേർത്ത് എഴുതുക. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് ഒന്നിച്ചെഴുതുക, മതിലിൽ എഴുതി വെക്കുക. ഇപ്പോൾ പ്രത്യേക സ്ഥലങ്ങളിൽ ചില ബുക്കേൽ അതുപോലെ തന്നെ പെയിന്റ് അടിച്ച് ബുക്ക് മുഴുവൻ വൃത്തികേടാവശ്യം. സ്കൂളിന്റെ ഒക്കെ നമുക്കറിയാം മൂത്രപ്പുരകളിൽ ഇത്തരം കലാസാഹിത്യ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതൊക്കെ ഈ സാധാരണ ഗുഡ് മാനേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കാര്യം, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് സമൂഹത്തിനെ മാനിച്ചും അവർക്ക് പരിഗണന കൊടുത്തും തിരിച്ചും ഒരുതരം ഒരു എന്താ പറയാ കൊടുത്തും കൊണ്ടും എന്ന് നമ്മൾ പറയുന്നത് പോലെ സുസ്ഥിരമായി ജീവിച്ചു പോകേണ്ട ഒരു അവസ്ഥ. ഇവിടെ ഡോക്ടർ ആദ്യം പറഞ്ഞൊരു കാര്യം നമുക്ക് കുറെ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിന്റെ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാതെയാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത്. അവന് ഇവിടുത്തെ സാമൂഹ്യപരമായ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അതിലേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ലേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഒന്നും എഴുതി ചേർക്കപ്പെടാത്ത അവന്റെ ജീവിതം. അപ്പൊ അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവന്റെ ആവാസ വ്യവസ്ഥകള്, സാമൂഹ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ദർശനങ്ങള്, അപ്പൊ ഇതിനോടെല്ലാം ഇടപഴകി അവൻ ജീവിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഹാർഡ്ഷിപ്പാണത്. അതിനെ ഒന്ന് ലഘൂകരിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും കടമയാണ് ആദ്യമേ തന്നെ. ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഓരോ പ്രഭാതത്തിലും ഓരോരുത്തരും എഴുന്നേൽക്കുന്നത്. അപ്പൊ ഒരു വ്യക്തി ഒരു പ്രഭാതത്തെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗുഡ് മാനേഴ്സ് ഉണ്ട് പല കാര്യങ്ങൾ. കാരണം കിടക്കുന്ന ഇടം വൃത്തിയാക്കി ഇടുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെക്കുക, എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ശരീരത്തെ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരു ഗുഡ് മാനേഴ്സിൽ പെടുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഹാം ചെയ്യാതിരിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാനായിട്ട്, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാം ആദ്യ സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. ആ വീടുകളിൽ നിന്ന് പഠിക്കുമ്പോൾ മുതിർന്നവരെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ആദ്യം കുട്ടികൾക്ക് കാണുന്നത്. കാരണം കണ്ടു പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും തമ്മിലുള്ള ആ ഒരു ഇന്റഗ്രേഷൻ ആണ് കുട്ടിയിൽ ഒരു രീതിയിലുള്ള ഒരു മോൾഡിങ്, അല്ലെങ്കിൽ അവനെ തന്നെ മെനഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ വരുന്നത്. അപ്പൊ പിന്നീട് അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ടുള്ള സമീപനങ്ങൾ, അപ്പൊ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഈ ഭൂമിയോട്, ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റു ജീവികളെ ഉപദ്രവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ പടിപടിയായിട്ടാണ് ഇവൻ ഒരു ഗുഡ് മാനേഴ്സിൽ, അല്ലെങ്കിൽ അവന്റെ തന്നെ ചിന്താശക്തിയിൽ നിന്നും പെരുമാറ്റ ശൈലിയിലേക്ക് അവൻ കടന്നു വരുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഒരു നല്ലൊരു ഫോർമേഷന്റെ ആവശ്യമുണ്ട്. പാരന്റ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, അയൽപക്കക്കാരാകാം, ബന്ധുമിത്രാദികളാവാം, ഇവരെല്ലാം. അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും കൂടി പറയുമ്പോൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ, ഇപ്പൊ വ്യക്തിതലത്തിൽ അവന്റെ പേഴ്സണൽ ആവുന്ന ലൈഫിൽ അവൻ വളർത്തിയെടുക്കേണ്ട കുറച്ച് നല്ല പെരുമാറ്റങ്ങളുണ്ട്. അവന് പുറമേയുള്ള ചുറ്റുപാടുകൾ, ഇപ്പം അത് സമൂഹമായിരിക്കാം, പ്രപഞ്ചമായിരിക്കാം, എല്ലാ ചരാചരങ്ങളും ആയിരിക്കാം, അതിലും അവൻ പാലിക്കേണ്ട കുറച്ച് പെരുമാറ്റ ശീലങ്ങളുണ്ട്. അത് ഏറ്റവും സമൂഹത്തിനും ഇവനും ഉപകാരപ്രദമായിട്ടുള്ള ചില പെരുമാറ്റ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതാണ് വളർത്താനായിട്ട് അവരെ സഹായിക്കുന്നുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലൊരു സൂപ്പർ നാടൻ, സൂപ്പർ സ്റ്റാർ പറഞ്ഞൊരു കമന്റ്, ഇന്ത്യയിലെ നിരത്തുകളിൽ ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ആയാൽ എനിക്ക് തീർച്ചയായിട്ടും വഴി കാണുന്നവരോടെല്ലാം ദേഷ്യപ്പെടേണ്ടി വരും എന്നദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തെ കുറ്റം പറയുകയല്ല, എങ്കിൽ പോലും ഇന്ത്യയിൽ വരുന്ന പലരും പറയാറുള്ളൊരു പരാതിയാണ് നമ്മുടെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്ത രഹിതമായ ഡ്രൈവിങ്ങിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും റോഡിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ പരസ്പരം തെറി വിളിക്കുന്നതും പരസ്പരം ചീത്ത വാക്കുകൾ പറയുന്നതും നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു സാമൂഹ്യ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. പ്രത്യേകിച്ചും മലയാളികളെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. വിദേശത്തു നിന്ന് പല കാര്യങ്ങളും നമ്മൾ പകർത്തുന്നുണ്ടെങ്കിലും ഇത്തരം സാമൂഹ്യ നിയമങ്ങളെ അംഗീകരിക്കാൻ നമ്മൾ പലപ്പോഴും
മടിക്കാറുണ്ട്. ഈ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെയാണ് ഈ കുട്ടികളെ എങ്ങനെയാണ് ഈ നിയമങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുക? നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിളാണ് ഏറ്റവും അധികം സെറ്റ് ചെയ്യാവുന്നത്. ആക്ടിവിറ്റി ഷെഡ്യൂൾ നമ്മൾ സാധാരണ എപ്പോഴും ഡിസ്കഷന് വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം ഋഷിരാജ് സിംഗ് ഇവിടെ ഈ വെഹിക്കിളിനുമായിട്ട് ബന്ധപ്പെട്ട ഇൻചാർജ് ആയിരുന്നപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ വളരെ കുറഞ്ഞിരുന്നു. കൃത്യമായിട്ട് ലൈസൻസ് പുതുക്കുകയും നിയമങ്ങൾ കൃത്യമായിട്ട് നോക്കാനും എല്ലാവരും തന്നെ പരിശ്രമിച്ചു. ഇപ്പം ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരാൾ മാറി അടുത്തയാൾ വന്നപ്പോൾ അതിൽ ഒത്തിരി ഡീവിയേഷൻസും അപകട നിലയും കൂടി. ഓർത്തോപീഡീഷ്യൻസ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കേസ് പോലും കിട്ടുന്നില്ല എന്ന്. കാരണം അപകടങ്ങൾ കുറവാണ്. അപ്പോൾ അതോടുകൂടി അവരുടെ അപകടങ്ങൾ കുറഞ്ഞതോടുകൂടി തന്നെ അവരുടെ ജോലിയില്ല, അത്രയ്ക്ക് ഒരു നല്ലൊരു കമന്റ് വരെ ഉണ്ടായി. ഇപ്പൊ ആ സാഹചര്യം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഒരു കൺട്രോൾ സിറ്റുവേഷൻ കുറച്ചൊക്കെ നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ടൈം ടേബിൾ രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് കിടക്കുക, അതുപോലെ തന്നെ പല്ല് തേക്കുക, രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കുക, കിടന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കുക, പഠിക്കാനുള്ള സാധനം പ്രാർത്ഥിച്ചതിന് ശേഷം പഠിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക. ഇതൊക്കെ നല്ല മാനേഴ്സിൽ പെടുന്ന കാര്യങ്ങൾ. അതായത് ചെറിയ കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇപ്പോൾ ഒരാളുടെ വ്യക്തി ശുചിത്വം തന്നെ എടുത്തു നോക്കിയാൽ അത് അയാളുടെ ശരീരത്തിന്റെ മാത്രം പ്രശ്നമല്ല, അയാളുടെ ചുറ്റുപാടുള്ള ആളുകളുടെ കൂടി പ്രശ്നമാണ്. അയാൾ കുളിക്കേണ്ടത് മറ്റുള്ള അയാളുടെ കൂടെ ഉള്ള മറ്റാളുകളുടെ കൂടി ആവശ്യമാണ്. അപ്പൊ ഇത്തരം ചെറിയ കാര്യങ്ങൾ ആ കുട്ടികളെ നിർബന്ധിച്ചാണോ നമ്മൾ തുടക്കത്തിൽ ചെയ്യിപ്പിക്കേണ്ടത്? അല്ല, ഇതൊന്നും ഒരിക്കലും നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതല്ല. മറിച്ച് ഇത് അവരുടെ ഒരു ആവശ്യമാണെന്നും ഒരു അവശ്യ ബോധം അവർ ജനിപ്പിക്കുന്ന രീതിയിലാവും. ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ആ ഒരു ബോധ്യത്തിലോട്ട് വളരണമെന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കളുടെ ചിലപ്പോൾ ചെറിയ തോതിൽ നിർബന്ധങ്ങൾ ആവശ്യമാണ്. അവിടെയാണ് മോഡലിംഗ് വരുന്നത്. അവിടെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിളിന്റെയും ഒരു സ്ട്രക്ചർ ആയിട്ട് പോകേണ്ടതാവുന്ന ഒരു ആവശ്യം പറയുന്നത്. നമുക്ക് അവിടെ പേരൻസ് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന കാണുമ്പോൾ കുട്ടിയും അതെന്താ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. അപ്പൊ അപ്പനും അമ്മയും പല്ല് തേക്കുന്നതിനോടൊപ്പം അവനൊരു കുഞ്ഞു ബ്രഷ് കൊടുക്കാനും അവനും അതുപോലെ ചെയ്യാനും പരിശ്രമിക്കും. ഒപ്പം അത് ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ അതിനെ മേടിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കാം. ഇത് സാധാരണ വീടുകളിൽ നടക്കുന്നതാണ്. പക്ഷെ ചില കുട്ടികൾ നഴ്സറി എത്തിയാലും സ്കൂൾ 1-ാം ക്ലാസ്സിലായാലും 2-ാം ക്ലാസ്സിൽ എത്തിയാലും അവൻ ബ്രഷിങ് നടക്കുന്നില്ല പ്രോപ്പറായിട്ട്. കാരണം വിദ്യാഭ്യാസം കൂടിയാലും ജീവിത നിലവാരങ്ങൾ എത്രമാത്രം ഉയർന്നാലും സ്വന്തം കുഞ്ഞിനെ വേണ്ട രീതിയിൽ ചിട്ടകളോടുകൂടി ആ ഒരു നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അവൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തില്ല എങ്കിൽ നമുക്ക് വരും ഭാവിയിൽ ഈ കുട്ടികളെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പം തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റ ശൈലികൾ കുട്ടികൾ വളർത്തിയെടുക്കാനായിട്ട്, പ്രത്യേകിച്ച് മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, അത് നല്ലൊരു ഗുഡ് മാനേഴ്സ് ആണ്. ബസ്സിൽ കയറുന്നു, അവശരായ ആരെങ്കിലും കയറി വരുന്നു, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കാനായിട്ട്. അതായത് അത് ഒരു തനിക്ക് തന്നെ ബുദ്ധിമുട്ടായല്ലോ, അയ്യോ ഇത് വല്ലാത്തൊരു പ്രശ്നമായല്ലോ എന്ന് കരുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് വേറൊരാൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചല്ലോ എന്ന ഒരു ആത്മസംതൃപ്തിയിലേക്ക് വളരണമെങ്കിൽ ഈ കുട്ടികൾ ഇതേപോലുള്ള ചിട്ടയായ ഒരു ജീവിത ശൈലി അനുഷ്ഠിച്ചു വരേണ്ടിയിരിക്കും. നമ്മുടെ കുട്ടികളെ കുറിച്ച് പലപ്പോഴും പറയാറുള്ള ഒരു പരാതിയാണിത്. അതായത് അവർക്ക് പല സാമൂഹ്യ മര്യാദകളും ഇന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കാൻ അവർ പഠിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലിഖിതമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ മാത്രമേ ഞാൻ പാലിക്കേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ അലിഖിതമായിട്ട് ഉള്ള സമൂഹത്തിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സുസ്ഥിരമായ ഒരു നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ടതാവുന്ന പല കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയില്ല. കാരണം എഴുതി വെച്ചിട്ടില്ല, മാതാപിതാക്കളോ മറ്റുള്ളവരോ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ മറ്റുള്ളവർ അത് ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇത് നിന്റെ ജീവിതത്തിനും സമൂഹത്തിന്റെ ജീവിതത്തിനും ആവശ്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അത് നടപ്പിലാക്കാൻ പറ്റുന്നത്. പലപ്പോഴും ഈ ഒരു മെച്യൂരിറ്റി വരാത്തതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇതൊന്നും ചിലപ്പോൾ അവർക്കെല്ലാം ഈസി വഴിയിലൂടെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വഴിയിലൂടെ മാത്രം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ പരിശ്രമങ്ങളോ ഇല്ലെങ്കിൽ ഹാർഡ് വർക്കോ ഒന്നും ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരില്ല. അത് മാതാപിതാക്കൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് പരിശീലിപ്പിക്കുമ്പോഴാണ് നമുക്ക് അവിടെ തിരുത്തൽ. ഒരു ലഘുവായ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പങ്കുവച്ച ഒരു അനുഭവമാണ്. അയാളുടെ ഓഫീസിൽ അവിടുത്തെ സിസ്റ്റം കേടായ സമയത്ത് പുറത്തുനിന്ന് ഒരു നന്നാക്കാനുള്ള ഒരു 20-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അയാൾ അവിടെ വരുന്നു, അവിടുന്ന് ഒരു കസേര വലിച്ച് ഓഫീസിൽ ബാക്കിയുള്ള സ്റ്റാഫ് ഇരിക്കുകയാണ്. അയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ വരുന്നു, കസേര വലിച്ച് സിസ്റ്റത്തിൻ്റെ വീട്ടിലിരിക്കുന്നു. അതിൽ കുറച്ച് നേരം പണിയുന്നു. അത് കഴിഞ്ഞ് അയാളുടെ മൊബൈൽ ഫോൺ എടുത്ത് കുറേ നേരം ഫേസ്ബുക്ക് നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അയാൾ പണിയുന്നു. അയാൾ ഒരു കുറേ നേരം അവിടെ ഇരുന്ന് ഫേസ്ബുക്ക് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് വളരെ അലസതയോടുകൂടി അത് പണിതു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് അവിടെ ഇരുന്ന ഒരു മനുഷ്യൻ്റെ നേരെ ഒന്ന് ചിരിക്കാനോ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു കൈ നീട്ടാനോ അല്ലെങ്കിൽ ഒരു കേവലമായ ഒരു സൗഹൃദത്തിൻ്റെ ഒരു മുഖം ഒന്ന് പ്രകടിപ്പിക്കാനോ പോലും അയാൾ ശ്രമിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ഓഫീസർ പറയുന്ന കമൻറ്റ് ഇതാണ്: അവൻ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ്.
അവൻ്റെ ഡ്യൂട്ടി അതാണ്. ഓഫീസിൽ വരിക, സിസ്റ്റം കേടായിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, നന്നാക്കുക, പോവുക. ബാക്കി ആരെയും കെയർ ചെയ്യേണ്ട കാര്യമില്ല, ആരോട് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ സമൂഹത്തിൽ പലപ്പോഴും ഇത്തരം പലരും പല ഘടകങ്ങളും പലയിടത്തും നമുക്ക് ദൃശ്യമാകാറുണ്ട്. അവർ ആ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം നിർമ്മിക്കപ്പെട്ടവരാണെന്നും മറ്റ് സാമൂഹ്യ ബാധ്യതകളൊന്നും അവർക്കില്ലെന്നും വിചാരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടു വന്ന ഒരു പ്രശ്നമല്ലേ. അതല്ല ഈ ചെറുപ്പക്കാരെ പലപ്പോഴും നമ്മുടെ മുതിർന്ന ആളുകൾ, ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ മുതിർന്ന ആളുകൾ പറഞ്ഞാലും നമ്മൾ അവരെ നിഷേധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹ്യ ബാധ്യതകൾ പാലിക്കുന്നതിൽ ജനറേഷൻ ഗ്യാപ്പ് ഒന്നും പ്രധാനമല്ല. ഒരു സൗഹൃദം, ഒരു പുഞ്ചിരി ഒക്കെ കാണിക്കുന്നതിൽ അതൊന്നും അവിടെ പെർട്ടിക്കുലർ ഒരു കാര്യത്തിന് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ശരിയായിരിക്കും, അദ്ദേഹത്തിന് ഫംഗ്ഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഹോൾ എന്നൊരു ഫീൽ വരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും കൺസിഡർ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നൊരു അനുഭവം വരുന്നില്ല. അതിനൊക്കെയാണ് ഈ പ്രത്യേകിച്ചും ഈ നല്ല മാനേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ പറയുന്ന പോലെ പുറമേ ഉള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ, ഇല്ലെങ്കിൽ അവശതയുള്ളവരെ ഒന്ന് ബഹുമാനിക്കാൻ, അവർക്കൊരു പരിഗണന കൊടുക്കാൻ, ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ ഒരിക്കലും നാശമാക്കാതെ ശ്രമിക്കാൻ. ഇപ്പൊ ചെടികളെ വളരുന്നുണ്ടെങ്കിൽ അതിനെ വളർത്താൻ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ, ഇല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് മാത്രം അത് നിക്ഷേപിക്കാൻ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് കാണിച്ചു കൊടുത്ത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത് വെറുതെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത മാത്രമുള്ള കാര്യമല്ല. അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യന്റെ ഒരു ആത്മസംതൃപ്തിയിലേക്കും ഒരു ആത്മാവിഷ്കാരത്തിലേക്കും വരെ അവനെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അവനിൽ ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ എഫിക്കസി, അതായത് എനിക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതെനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, ഈ സമൂഹത്തിൽ ഇതുപോലെ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. ഇപ്പം ഓരോ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ ദൈവം ഓരോ കർത്തവ്യങ്ങൾ കൊടുത്തു ആണ് വിടുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൗത്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പൊ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് ഒരു അച്ഛൻ വാർത്തല്ല നമ്മുടെ ആരെയും ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. എനിക്ക് നമുക്ക് ഇതിനകത്തൊരു കേസ് ഡയറിയിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇതിന്റെ ഒരു മാനേജ്മെന്റ് തലം തന്നെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും പെരുമാറ്റത്തെ ഇന്ന രീതി കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എങ്കിലും നിങ്ങളുടെ ഒരു പരിചിത വലയത്തിൽ, നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രകടമാകുന്ന അസുഖകരമായ പെരുമാറ്റങ്ങൾ, ആ പെരുമാറ്റങ്ങളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കറക്റ്റ് ചെയ്യാം. അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് പൂർത്തിയാക്കാം. പ്രധാനമായിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോട്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ബിഹേവിയറും ഒരേ സമയം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബിഹേവിയർ നമ്മുടെ കുട്ടിയിൽ നിന്ന് നോട്ട് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതിനുശേഷം അടുത്ത ബിഹേവിയർ. ഇപ്പം അപ്പനും അമ്മയും ടീച്ചറും ഇതൊരു 3 പേര് കൂടി ചേർന്നുകൊണ്ട് ഈ കുട്ടിയിലുള്ള പല ബിഹേവിയേഴ്സിനെ, പ്രത്യേകിച്ച് മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഇതുപോലുള്ള ബിഹേവിയേഴ്സിനെ, നോർമൽ അല്ലാത്ത ഹാബിറ്റ്സിനെ കണ്ട് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് തിരുത്തേണ്ട 1 or 2 ടാർഗറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ കറക്റ്റ് ചെയ്യപ്പെടാനും ഏറ്റവും കൂടുതൽ ബെറ്റർമെന്റിലേക്ക് വരാനും സാധ്യതയുള്ളതിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എത്ര പ്രാവശ്യം അത് ഒക്കർ ചെയ്യുന്നുണ്ട്. ഇപ്പം നഖം കടിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചു കൊച്ചു ബിഹേവിയേഴ്സ്. ഇപ്പം ക്ലാസ് റൂമിൽ മിഠായി കഴിച്ചതിന് ശേഷം വേസ്റ്റ് ബാസ്ക്കറ്റിൽ പേപ്പർ ഇടുക, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തൂടെ തുപ്പുക. ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു ബിഹേവിയറിനെ കൂടുതലായിട്ട് കാണുകയും ഈ കുട്ടികളിൽ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തതിനു ശേഷം അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കുട്ടിയെ ആദ്യം പറഞ്ഞു കൊടുക്കുകയും അതുപോലെ പേരൻസ് അത് കാണിക്കുകയും ചെയ്യണം. അതിൽ കൊള്ളാവുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. അതെ, നല്ല ബിഹേവിയേഴ്സിനെ ഇംപ്രൂവ് അപ്രീഷിയേറ്റ് ചെയ്യുകയും അല്ലാത്തതിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യാം പറഞ്ഞു കൊടുത്തതിന് ശേഷം. നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടികളിലൊക്കെ ഒരു സഹാനുഭൂതിയും ബഹുമാനവും ഒക്കെ വളർത്താൻ സാധാരണ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും സഹാനുഭൂതിയും ബഹുമാനവും വളർത്താനായിട്ട് കുട്ടികളുടെ ആദ്യകാലങ്ങളിൽ ഇവരെ പഠിക്കുന്നത് ഇപ്പോൾ മനുഷ്യരുടെ തന്നെ വേദനകളോ രോഗങ്ങളോ ദുരിതങ്ങളോ പറഞ്ഞ് അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു കാര്യങ്ങൾ കുട്ടികളിൽ രൂപപ്പെട്ടിട്ടില്ലായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചില സ്റ്റോറീസ്, അതായത് ആനിമൽസുമായിട്ടും മൃഗങ്ങളുമായിട്ടും പ്രകൃതിയുമായിട്ടും ഇണങ്ങുന്ന ചില സ്റ്റോറീസ്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ മൃഗങ്ങൾ തമ്മിൽ കാണിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം, അപ്പൊ ഇതൊക്കെ ചിത്രീകരണത്തിലൂടെ കാണിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പങ്കുവയ്ക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സന്തോഷം കുട്ടികൾ വേറെ ഒരാളായിട്ട് നിന്ന്, ഒരു മൂന്നാമതൊരാളായിട്ട് നിന്ന് കാണുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പലരും പല രീതിയിലുള്ള യാചനകളായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ മുൻപിൽ ഈ കുഞ്ഞിനെ കൂടി പ്രസന്റ് ചെയ്യാനും കുഞ്ഞിലൂടെ അത് കൊടുക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമുക്ക് ഈ കുഞ്ഞിലൊരു സഹാനുഭൂതി വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ
രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഏതെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഷമഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വീട്ടിൽ സംസാരിക്കുന്നു. അയ്യോ അവർക്ക് അങ്ങനെ പറ്റിയുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അപ്പൊ കുഞ്ഞും കൂടി ഇരുന്നു കൊണ്ട് ആ കുടുംബത്തിൽ ഇതേപോലെയുള്ള സംസാര രീതികളും സംഭാഷണ ശൈലികളൊക്കെ വരുവാണെങ്കിൽ കുട്ടികളിൽ ഈ സഹാനുഭൂതി വളർത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും മാതൃകയാകാനായിട്ടും നമുക്ക് സാധിക്കും. ഞാനവിടെ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നത് മാതാപിതാക്കൾ അത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്ന ശീലങ്ങളാണ് നിങ്ങളിൽ പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ശീലങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് മാതാപിതാക്കൾ. മദ്യപിക്കുന്ന ഒരു അപ്പച്ചന് ഒരിക്കലും മദ്യപിക്കരുതെന്ന് മക്കളുടെ അടുത്ത് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ചെറിയ തോതിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇരിക്കുന്നു, ഇവൻ നമ്മൾ എല്ലാ ദിവസവും പേപ്പർ വായിക്കുന്നുണ്ടെങ്കിലും വലിയ അപകടങ്ങൾ നടന്നിട്ടുള്ള അല്ലെങ്കിൽ വലിയ നിഷ്ഠൂരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു വാർത്തയായിട്ട് മാത്രമാണ് മറ്റുള്ളവർ കേൾക്കുന്നത്. അപ്പൊ അവിടെ ആ കുട്ടി വാർത്ത എന്നതിനേക്കാൾ ഉപരി അവരുണ്ടാവുന്ന സഫറിങ്സ്, ബുദ്ധിമുട്ടുകളെ കൂടി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയ. അപ്പൊ നമ്മുടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരാൾക്ക് അസുഖം വന്ന് മൂർച്ഛിച്ച് ഈ നാട്ടുകാരെല്ലാവരും സഹായിച്ചത് അത് വലിയൊരു കരുണയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അതൊക്കെ ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അപകടങ്ങളെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അനുഭവിക്കുന്ന വേദനകളെ പറ്റിയിട്ട്, ഇല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട്, പണത്തിന്റെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാ ദിവസവും രാവിലെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പലപ്പോഴും നല്ല ഗുഡ് മാനേഴ്സ് ഒക്കെ പഠിക്കുന്നതിൽ നമ്മുടെ മതത്തിന് ആത്മീയതയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. അത് നഷ്ടപ്പെടുന്നിടത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള മനസാക്ഷിയില്ലാത്ത ചില പ്രവർത്തികളോ അല്ലെങ്കിൽ സുഖകരമല്ലാത്ത പെരുമാറ്റങ്ങളോ വരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന്. തീർച്ചയായിട്ടും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ജ്ഞാനത്തിന്റെ പുസ്തകം, പ്രഭാഷകന്റെ പുസ്തകം, ഈ പുസ്തകങ്ങളിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും കുട്ടികളെ പോലും അടിച്ചു വളർത്തണം എന്ന് തന്നെ കൃത്യമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളിടത്ത് പണിഷ്മെന്റും ആകാം, പക്ഷെ അതൊന്നും കുഞ്ഞിന് കുറ്റബോധമോ നിരാശയോ വളർത്തുന്ന രീതിയിലല്ല, അവന്റെ നല്ല പെരുമാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ടാകാം. അപ്പം അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റോട് കൂടിയാണ്. ഇനി വീട്ടിലേക്ക് കടന്ന് ഈ കുട്ടികളുടെ പേരൻസ് എന്ത് കാണിക്കുന്നു, അവരുടെ പ്രാർത്ഥന, അവർ ഇതുപോലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായന, നല്ല കഥപുസ്തകങ്ങൾ വായിക്കുക, ഇത് പേരൻസ് വായിച്ച് കേൾപ്പിക്കാനും അവർ സ്വയം വായിക്കുവാനും തയ്യാറാകുമ്പോൾ മാത്രമേ ഈ കുട്ടികൾ കണ്ടുപഠിക്കത്തുള്ളൂ. വീട്ടിലൊരു പൈപ്പ് ഓൺ ചെയ്ത് കിടക്കുക, അത് പൂട്ടുന്നത് കാണുന്ന പേരൻസ് അത് ചെയ്യുന്നത് കാണുമ്പോഴാണ് ഈ കുട്ടികളും പഠിക്കുന്നത്. അവനായിരിക്കും ഒരു പക്ഷേ ഒരു സ്കൂളിലോ കോളേജിലോ ഒരു ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂട്ടാൻ തയ്യാറെടുക്കുക. വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ചെയ്യുന്നു, പപ്പായോ മമ്മിയോ അവിടെ ഇല്ലെങ്കിൽ ഇവൻ പോയി അത് ഓഫ് ചെയ്യണമെന്നുള്ള ബോധം, അല്ലെങ്കിൽ അവൻ കളി തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു സെൻസ് കുട്ടികളെ പഠിപ്പിക്കാനും അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാനും പേരൻസിന് സാധിക്കണം. അതുപോലെ തന്നെ ഈ ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം വ്യക്തിഗതമാണ്, അതുപോലെ തന്നെ കുടുംബപരമാണ്, സാമൂഹ്യപരമാണ്. അപ്പൊ ഈ തലങ്ങളെ കുറിച്ചെല്ലാം പോകുന്ന ഒരു ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് കുട്ടികളിൽ നിരന്തരമായ ഒരു പരിശീലനം ആവശ്യമാണ്. ഇപ്പോൾ ഒരു നല്ല ഒരു വസ്ത്രധാരണ രീതി, അത് തന്നെ ഒരു ഗുഡ് മാനേഴ്സ് ആണ്. അപ്പം നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ശൈലിക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും ഉപയുക്തമാകുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുവാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ആ പ്രോത്സാഹനം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ മാതൃകയിലൂടെയാകണം. നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിനകത്തുള്ള പോരായ്മകളോ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാവുക നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യരാണ്. നമ്മളറിയാതെ പലരെയും മുറിവേൽപ്പിക്കുന്നുണ്ട്, നമ്മളറിയാതെ പലരെയും അവഗണിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ബഹുമാനിക്കേണ്ട മനുഷ്യരെ ചിലപ്പോൾ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലായിരിക്കാം. അതല്ലെങ്കിൽ ചില മര്യാദകൾ പാലിക്കേണ്ടിടത്ത് നമ്മൾ ചില മര്യാദകൾ പാലിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നിടത്ത്, നമ്മൾ സ്വയം ബോധ്യപ്പെടുന്നിടത്ത് നമ്മുടെ വളർച്ച ആരംഭിക്കുന്നുണ്ട്. പുസ്തകം വളർത്തിയ കുട്ടി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. ഞാനിത് പറയാൻ കാരണം, നമുക്കറിയാം മാതാപിതാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണപരമായ ഒട്ടേറെ പെരുമാറ്റങ്ങളും മര്യാദകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ഈ രീതിയിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധ വയ്ക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ എപ്പിസോഡ് നമുക്കെല്ലാവർക്കും ഗുണകരമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി. പിൻകോഡ് 680309. മെയിൽ @goodnesstv.tv. ഫോൺ 048027000893.
കുട്ടിക്കാലം കുട്ടിക്കാലം കുട്ടിക്കാലം